ഉദ്ഘാടകനായിട്ട് വന്നൊക്കെ എങ്കിലും നിങ്ങളിതല്ല പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ ഈ പാൻറ് ഷർട്ട് ഇട്ടുകൊണ്ട് വന്നതുപോലെ നിങ്ങൾക്ക് ശ്രമിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റേതല്ലേ, അതിന് ഉദ്ഘാടനത്തിന് പറ്റത്തില്ല ഡ്രസ്സ്. അപ്പോൾ എന്നിൽ നിന്ന് എന്തൊക്കെയോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, മുഖം കാണുമ്പോൾ അറിയാം. അപ്പോൾ കുഴപ്പമൊന്നും ശരി ശരി എന്തൊക്കെയാണ് നമ്മൾ ഈ പറയപ്പെടുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ ജീവനുള്ള വസ്തു നമ്മളെ ഇഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാനിവിടെ വന്ന് എന്നെ കണ്ടപ്പോൾ അച്ഛൻ ആദ്യം മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇന്ന ആളാണെന്ന് പറഞ്ഞു. അതാണോ? അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ കിടക്കുന്ന ആ സന്തോഷത്തെ തൊട്ടുണർത്താൻ പറ്റിയത് വളരെ സന്തോഷം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വൺ ഷോ ഒറ്റയ്ക്കുള്ള പരിപാടിയൊന്നും അറിയത്തില്ല. കൂട്ടുകൂടിങ്ങനെ സ്കിറ്റുകൾ കളിച്ചൊക്കെയുള്ള സംഭവങ്ങൾ അറിയത്തില്ല. വേറെ ഇമിറ്റേഷൻസ് ഒന്നും അങ്ങനെ കൂടുതൽ എനിക്ക് അറിയത്തില്ല. എങ്കിലും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിന് കുറച്ച് ഡയലോഗ്സ് പറയാം. മതിയോ? അപ്പോൾ ആദ്യം കുറച്ച് ഡയലോഗ്സ് എന്ന് പറയാം. ഓക്കെ? അല്ല, ഇങ്ങനെ പറയുമ്പോൾ ഞാനിപ്പോൾ ഒറ്റയ്ക്കായോ എൻ്റെ പുറകിലും മുമ്പിലുമൊക്കെ ആൾക്കാർ, ഞാൻ സെൻട്രൽ ഇങ്ങനെ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുകയാണ്. ചിലർ വിചാരിക്കും കോമഡി പറയുന്ന ആൾക്കാർക്ക് നാണമില്ലെന്നൊരു സാധനം. അതല്ല, നാണം ഉണ്ടായിട്ടാണ് ഈ ഫ്ലോപ്പുകൾ കണ്ടുപിടിച്ച് നമ്മൾ കോമഡി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അത്ര സൂചിക്കുമെന്ന് അറിയത്തില്ല, എങ്കിലും പറയാം. എൻ്റെ രീതി വല്ല അറിയാമല്ലോ അല്ലേ? ഈ ഡീസൽ വണ്ടിയുടെ ഒരു പ്രത്യേകതയാണ്, നമ്മളെന്തും മർമ്മപ്രധാനമായിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഇത് എവിടുന്നെങ്കിലും വരും. എന്നിട്ട് നമ്മൾ തൊട്ടടുത്ത് ഓഫ് ചെയ്തില്ല, സാധനം ഓഫ് ചെയ്തില്ല, നമ്മൾ പോകണമാണ്. അതാണ് അതിൻ്റെ ലക്ഷ്യം. കണ്ടോ? അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വാങ്ങിക്കണം ആ വണ്ടി വിളിക്കും കണ്ടാക്കാൻ. ഓക്കെ. എനിക്കും ഒരു വാങ്ങി